പലസ്തീനിൽ നടക്കുന്ന വംശഹത്യ കൂട്ടക്കൊലകൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെ ലോകരാജ്യങ്ങൾ ഏറെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതിനൊന്നും വില കൽപ്പിക്കാതെ അധിനിവേശ പ്രസ്ഥാനങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വിവാദമായ E1 കുടിയേറ്റ പദ്ധതിക്ക് ഏകപക്ഷീയമായി അംഗീകാരം നൽകിയിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണാധികാരി. പലസ്തീൻ രാജ്യം ഇനിയില്ലെന്നാണ് പദ്ധതിക്ക് അംഗീകാരം നൽകി നടത്തിയ പ്രസംഗത്തിൽ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന വാഗ്ദാനം നമ്മൾ നിറവേറ്റാൻ പോകുന്നു. ഈ സ്ഥലം നമ്മുടേതാണ്. നമ്മുടെ സംസ്കാരം, ഭൂമി, സുരക്ഷ എന്നിവ സംരക്ഷിക്കും. വെസ്റ്റ് ബാങ്കിലെ ജനസംഖ്യ ഇരട്ടിയായി ഉയർത്തും. വലിയ കാര്യങ്ങളും ഇവിടെ സംഭവിക്കും. ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വെസ്റ്റ് ബാങ്കിലെ മാലേ അദ്യുമും സെറ്റിൽമെൻറ്റിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേലിൽ നിന്നെത്തുന്ന കുടിയേറ്റക്കാർക്കായി 3000 വീടുകൾ പുതുതായി നിർമ്മിക്കുന്ന പുതിയ പദ്ധതിയാണ് E1. വെസ്റ്റ് ബാങ്കിലെ മാലേ അഡുമീമിലുള്ള കുടിയേറ്റങ്ങളെ അധിനിവിഷ്ട കിഴക്കൻ ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പക്ഷേ വെസ്റ്റ് ബാങ്കിനെ കിഴക്കൻ ജെറുസലേമിൽ നിന്ന് പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നതായി മാറും. കിഴക്കൻ ജെറുസലേമിലുള്ള പലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്കിലെത്താനുള്ള വഴികൾ ഇതോടെ പൂർണ്ണമായും അടയും. കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലമാണ് ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിയായ E1 കുടിയേറ്റ പദ്ധതി പതിറ്റാണ്ടുകളായി നടപ്പാക്കാനാകാതെ പോയത്. ഇതാണ് ഇപ്പോൾ നടപ്പാക്കാൻ നെതന്യാഹു ഒരുങ്ങുന്നത്. അതിനിടെ കഴിഞ്ഞ മാർച്ചിൽ തെക്ക് വടക്കൻ വെസ്റ്റ് ബാങ്കുകളെ ബന്ധിപ്പിച്ച് ഫലസ്തീനികൾക്ക് മാത്രമായി റോഡ് നിർമ്മാണവും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന ഹൈവേയിൽ ഫലസ്തീനികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ നീക്കം. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും 300 നിയമവിരുദ്ധ കുടിയേറ്റങ്ങളിലായി 7 ലക്ഷം ഇസ്രായേലികളാണുള്ളത്. ഇവയെല്ലാം 1967 ശേഷം നിർമ്മിച്ചവയാണ്. ഇതിലേക്കാണ് കൂടുതൽ പ്രദേശം കൂടി ചേർത്ത് വെക്കാൻ നെതന്യാഹു വെമ്പൽ കൊള്ളുന്നത്. അതിനിടെ UN രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി രംഗത്തെത്തി. ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലാ അതിരുകളും ഭേദിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. എന്നിട്ട് തങ്ങളുടെ ചെയ്തിയെ ദുർവ്യാഖ്യാനം കൊടുത്ത് ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികൾക്ക് ബന്ദികളെക്കുറിച്ച് ഒരു വിചാരവുമില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി ആരോപിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിക്കുകയും പ്രാദേശിക സമാധാനത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്കൂളുകളും നയതന്ത്ര കാര്യാലയങ്ങളുമുള്ള പരിസരത്തായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. UN-ൽ സമ്പൂർണ്ണ അംഗത്വമുള്ള രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനമാണ്, യുദ്ധമല്ല. ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രം എപ്പോഴെങ്കിലും ആക്രമിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇസ്രായേൽ എന്തു ചെയ്യും എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഒരു സങ്കോചവുമില്ലാതെ ഖത്തർ അന്താരാഷ്ട്ര നയതന്ത്ര മാനുഷിക ദൗത്യങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.